വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, ഇപ്പോൾ ബർത്ത്ഡേക്കും മറ്റ് വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണിത്. ഇപ്പോൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുക, അത് വെച്ച് രണ്ട് ബോൾസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ന്യൂസ് പേപ്പർ ബോൾസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ബോൾ വലുതും ഒരു ബോൾ ചെറുതുമായിരിക്കണം. അപ്പോൾ ആ കണക്കിന് 2 ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്ലേ ആണ്. അപ്പോൾ ഞാനിവിടെ ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് ക്ലേയുടെ റെസിപ്പി ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്നലെ നമ്മുടെ ചാനലിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൽ ഞാൻ വൈറ്റ് കളർ പെയിൻ്റ് ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വൈറ്റ് കളർ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതിനൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൗഡർ അല്ലെങ്കിലും നമുക്ക് കുറച്ച് ഓയിൽ തടവിയിട്ടായാലും ക്ലേ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഓയിൽ തടവി നമ്മളിങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്ലേക്ക് ഒരു പ്രത്യേക ഒരു ഷൈനിങ് കാണും. അപ്പോൾ ഇത് പൗഡർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമതും എക്സ്ട്രാ പരത്തി എടുത്തിട്ടാണ് ഈ ബോൾസിൻ്റെ മുകളിൽ കവർ ചെയ്തെടുക്കുന്നത്. നേരത്തെ പരത്തിയ ക്ലേ തികഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ക്ലേ റൗണ്ട് ചെയ്ത് നല്ല ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോൾ ചെറുതും മറ്റത് വലുതുമായിരിക്കണം. അപ്പോൾ ചെറിയ ബോൾസിൽ ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് 2 കണ്ണ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കുഞ്ഞൻ വന്ന് ക്ലേ ഒക്കെ അടിച്ചുകൊണ്ട് പോയി. അവൻ ക്ലേ വെച്ച് കളിച്ച് അതിൻ്റെ കൊതിയൊക്കെ തീരുന്ന സമയം കൊണ്ട് ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ 2 കുഞ്ഞ് കണ്ണുണ്ടാക്കിയിട്ട് പാണ്ടയുടെ കണ്ണിങ്ങനെ വെച്ചു കൊടുത്തു. ഇപ്പോൾ ഓയിൽ തടവിയത് കൊണ്ട് തന്നെ ഇതിനൊരു കുറച്ച് ഷൈനിങ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ തല ഞാൻ ഇങ്ങനെ ഈ വീഡിയോ കാണുന്നവരെ ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലേ പെട്ടെന്ന് തന്നെ ഉണങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ക്ലേ വെച്ചിട്ട് തന്നെ നമ്മുടെ കൈയും കാലും ചെവിയും മൂക്കും ഒക്കെ ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പാണ്ടയുടെ കുഞ്ഞൻ കാലും കൈയും ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞൻ വന്ന് അതെല്ലാം കൊളാക്കി തന്നു. പിന്നീട് ഞാൻ ഇരട്ടിപ്പണി ചെയ്തിട്ടാണ് ബാക്കി ഒക്കെ റെഡിയാക്കി എടുത്തത്. അങ്ങനെ കാല് റെഡിയായിട്ടുണ്ട്. അങ്ങനെ 2 കാല് സെറ്റാക്കി വെച്ചു. പിന്നീട് ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് തന്നെ ആ ഒരു തലയുടെ ആ പോർഷന് ചെറിയൊരു എന്താ പറയുക, ഒരു സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം. അപ്പോൾ അത് ഞാൻ പിന്നീടൊന്ന് ക്ലിയർ ആക്കി എടുത്തു. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ആ ബാക്കി എക്സസൈസ് ഇങ്ങനെ തോന്നുന്ന ക്ലൈനെ ഒന്ന് ആ കഴുത്തിൻ്റെ ആ പോർഷനിലോട്ടൊന്ന് ഇറക്കി താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ആ കഴുത്തിൻ്റെ പോർഷനിൽ ഇങ്ങനെ എക്സസൈസ് ഇങ്ങനെ ക്ലേ ഇങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സംഭവം അടിപൊളിയായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലാസ്റ്റ് റിസൾട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് തന്നെ എനിക്ക് കിട്ടി. ഇപ്പോൾ നമ്മുടെ ഡെസ്കിൻ്റെ ടോപ്പിലൊക്കെ ആയാലും ഇതിങ്ങനെ വയ്ക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അത്രയ്ക്ക് കുഞ്ഞൻ ഒരു പാണ്ടയാണ്. എഡിറ്റിംഗ് കഴിയുവാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ചാനലിൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്ലേയുടെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൈദയും കോൺഫ്ലവറും വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ക്ലേ ആണ്. ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ 1 മാസത്തിൽ കൂടുതലായി. ഇതുവരെ യാതൊരുവിധ കുഴപ്പവും ആ ക്ലേക്കില്ല കേട്ടോ. അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യാം. പാണ്ടയുടെ കണ്ണിലെ കൃഷ്ണമണി ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്കൊരു ഐഡിയ കൂടി കിട്ടിയത്. അപ്പോൾ ആ ഒരു പോർഷനിൽ ഈ ഗ്ലൂ ഉണങ്ങിയ ശേഷം വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇതേപോലെ കണ്ണൊട്ടിക്കുകയാണെങ്കിൽ സംഭവം സെറ്റായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇത്ര ആയപ്പോഴത്തേക്ക് ഇതിനെന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ ഇനി ഹാർട്ട് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു. ഹാർട്ടും കൂടെ നടുക്കും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സംഭവം സെറ്റായിരിക്കും. എൻ്റെ കയ്യിൽ റെഡ് കളർ പെയിന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ
ഇങ്ക് വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഹാർട്ട് ഒന്ന് സെറ്റാക്കി എടുത്തു. അപ്പം ക്ലേയുടെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ തുടങ്ങും, ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്കിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചത്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു. പാണ്ടയുടെ സെൻറ്ററിലോട്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. 2 ദിവസത്തെ വെയിലടി കൊണ്ടപ്പോൾ തന്നെ പാണ്ട നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാണ്ടയുടെ ഷൈനിങ് കുറച്ചുകൂടി ഒന്ന് കൂടും. വാർണിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഭംഗിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞൻ പാണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റ് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. വൈറ്റ് കളർ പെയിന്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ബ്ലാക്ക് കളർ ബീഡ്സോ അല്ലെങ്കിൽ ക്ലേയോ ഉരുട്ടി വെച്ച് കൊടുക്കുന്നത്. ഞാൻ ക്ലേ ആണ് കേട്ടോ നന്നായിട്ട് ഉരുട്ടി വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് വരച്ചു കൊടുത്തു ബ്ലാക്ക് കളർ വെച്ചിട്ട്. എന്നിട്ട് ഹാർട്ടിൽ ലവൊന്നും കൂടി എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ പേരോ എന്തെങ്കിലും എഴുതുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഗിഫ്റ്റ് ആർക്കാണോ കൊടുക്കുന്ന അവരുടെ പേര് എഴുതിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൂടുതൽ നല്ല ഭംഗി തോന്നും നമ്മുടെ ഗിഫ്റ്റിന്. അങ്ങനെ നമ്മുടെ കുട്ടിക്കുഞ്ഞൻ പാണ്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.